കോമക്കുറിപ്പിനെ ചികിത്സിച്ചു കൊല്ലുന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഡോക്ടറെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റുക മണ്ണാൻ കേട്ട. അതുമായിട്ട് തനിക്ക് എന്തോന്ന് ബന്ധം? കാറിന്റെ ബ്രേക്കുകളെന്ന ഐഡിയ കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ നല്ല നല്ല ഐഡിയകൾ പറയട്ടെ. ഇനി വേറെ ഐഡിയയുടെ ആവശ്യം വരില്ല. കോമക്കുറിപ്പ് ദിവസവും ക്ലബിലേക്ക് സ്വന്തമായിട്ട് കാർ ഓടിച്ചാണല്ലോ പോകാറുള്ളത്. ഇതോടുകൂടി കുറിപ്പിന്റെ കാറ്റ് പോകും. പക്ഷേ വാഗ്ദാനങ്ങൾ മറക്കരുത്. വഞ്ചനയിൽ ചതി കാണിക്കുന്നതിനല്ല ഇതാ. കാറിടിച്ച് കുറുപ്പ് ചത്താൽ പിന്നെ തന്റെ ടൈം. ഏത് കഴുതയ്ക്കും ഒരു ടൈം വരുമെന്നല്ലേ? കാർ ഇടിക്കും, കുറുപ്പ് ചാവും. ഈ കൈ കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം. ഇനി പിടിച്ചാണെങ്കിൽ കളവൻ ചത്തത് തന്നെ. മിസ്റ്റർ ധാമോക്കിൽ കാറിൽ കയറൂ, ക്ലബിൽ പോ. അയ്യോ, ഞാൻ വരുന്നില്ല. അത് പറ്റില്ല. ക്ലബിലെ ഡിന്നറിന് കോമക്കുറിപ്പ് ഒരു സബോർഡിനേറ്റിനെ കുളിച്ചെന്നില്ലേ, അത് നാണക്കട. ഞാൻ പിന്നെ വരാം. ഐ വാസ് വെയിറ്റിംഗ് യു. മിസ്റ്റർ ധാമോക്കിൽ വന്നേ പറ്റൂ. വേണ്ടി വന്നാൽ ആ കള്ള കൃഷ്ണക്കുറിപ്പുമായി 5-6 ലോ പോയിന്റ് സംസാരിക്കണം. പിന്നെ സാർ പോയിക്കോളൂ, ഞാൻ പറയാം. നോ 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 നോ, നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. എന്നെയും കൊണ്ടേ പോകുന്ന നിർബന്ധമാണ്. അതെ, അത്രയോ ഉള്ളൂ. അത് ശരി. കൊറേ കാലായിട്ടാണ് കൊല്ലാൻ കൊണ്ടുപോകുന്നവരില്ലേ, അവന്റെ നിലവിളി അമ്പടാ. ഇറങ്ങിപ്പോയ കൊന്നത് ഞാൻ. പിന്നെ അവനെ എന്നെ അമ്പടാ. അയ്യോ, അയ്യോ അയ്യോ അയ്യോ, ആൾ മാറണേ. ബ്രേക്കില്ല സാർ, ബ്രേക്ക് വിടണം സാർ, ബ്രേക്ക് വിടണം സാർ. അയ്യോ സാർ, ബ്രേക്ക് പോയോ? ഒന്നും അയ്യോ വണ്ടി വണ്ടി ബ്രേക്ക് പോയില്ല. ഞാനെന്ത് മാറിക്കോ. എവിടെ ഉണ്ട്? ആന്റി ശോഭയെ വിളിക്കും. എന്തിനാ? എന്നോടൊപ്പം വരുന്ന ലഞ്ച് കഴിക്കട്ടെ. അതിനെന്താ? അവള് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, നാണമായിരിക്കും. സാരമില്ലെന്ന് പറയൂ, വിളിക്കൂ. എനിക്ക് വയ്യെന്നേ. എന്നാൽ ഞാൻ ചെന്ന് വിളിക്കാം. വേണ്ട, അവൾക്ക് വിശക്കുമ്പോ അവൾ തന്നെത്താൻ എടുത്ത് കഴിച്ചോളൂ. അല്ല, ഈ ടേബിൾ മാനേഴ്സ് ഒക്കെ ശോഭ ശീലിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. അത് അവള് പിന്നെ പഠിച്ചോളൂ. ഉവ്വ്, കല്യാണം കഴിഞ്ഞാൽ ഞാൻ എല്ലാ ശോഭയെ പഠിപ്പിക്കും. ഇന്ത്യൻ മിത്തോളജിയിൽ പറയുന്നത്, ഒരു നല്ല ഭാര്യ എന്നാൽ സ്നേഹം കൊണ്ട് അമ്മയെപ്പോലെ, പരിചരണത്തിൽ ദാസിയെപ്പോലെ, കിടപ്പറയിൽ വേശ്യയെപ്പോലെ. ഇയാൾ ഇവിടെ ഇരുന്ന് തോന്നിവാസം പറയരുത്. തോന്നിയാസമല്ല, ഇന്ത്യൻ മിത്തോളജി. പണ്ണാങ്കട്ട. ഇന്ത്യൻ മിത്തോളജി. വരൂ. ഞാനില്ല. വേണ്ട സാർ, വേണ്ട. ഞാൻ അടുക്കള ഭാഗത്ത് പോയി വല്ല വാങ്ങിച്ചു. ഇല്ല ഇല്ല. പ്രത്യേകിച്ച് ഈ ഏരിയയിൽ ക്യാപിറ്റലിസം കൊടികുത്തി നിൽക്കല്ലേ. ക്യാപിറ്റലിസം അല്ല, ഉച്ചക്കിറുക്ക. പക്ഷെ ഈ സർദാർ കൃഷ്ണക്കുറുപ്പിന് കിറുക്ക് വന്ന ചെലവനൊക്കെ ഇവിടെ ഇറും. അങ്കിൾ, ഈ തൊഴിലാളി എന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്തു? കെട്ടിയെടുക്ക എന്റെ രൂപ ഉപ്പിയാക്ക. എടോ, ഇതും ഒരു മനുഷ്യജീവിയാണ്. പണമില്ലായിരിക്കാം, പഠിപ്പില്ലായിരിക്കാം, എന്നാലും ഞങ്ങൾക്ക് ഈ കൊച്ചിനെ അങ്ങ് ഇഷ്ടമായി. ശംഭു ഓടല്ലേ, പോരുത് ചക്കരെ. സ്റ്റോപ്പ്. എന്റെ വീട്ടിലെ ഉപ്പും ചോറിൽ നിന്ന് വളർന്നവനായവൻ. നിങ്ങളെയൊക്കെ റെസ്പെക്ട് ചെയ്യണമെന്ന് ഞാനാണ് ഇവനെ അഡ്വൈസ് ചെയ്തത്. ധവാൻ സാറിന്റെ അഡ്വൈസ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ശംഭു ഔട്ട് ഹൗസിലേക്ക് പോകൂ. ശംഭു പോവല്ലേ. ശംഭു ഊണ് കഴിക്കാൻ വന്ന ഇവിടെ ഇരിക്കും. ഞാൻ അങ്കിൾ, എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾക്കും. എന്ന് വെച്ചാൽ വാ മോളെ, ഇങ്ങോട്ടിരിക്കും.
എഴുന്നേക്ക്. എഴുന്നേക്ക്. ഇരിക്കാൻ. എഴുന്നേക്കടാ. ഇരിക്കേ. ഇരി. പറ്റൂല, ഞാൻ വിടൂല. ഇരി. തനിക്ക് ജോലി വേണോ അതോ ഊണ് വേണോ? ഉണ്ണാനല്ലേ സാർ ജോലി. ഇരി. ഇപ്പൊ എഴുന്നേറ്റാൽ ഭാവിയിൽ നിനക്കുണ്ണാം. ഞാനാ പറയുന്നത് ഇരിക്കാൻ. എനിക്ക് ഭാവിയിൽ ഉണ്ണണം. വാ കീറിയ ദൈവം അതിനുള്ള വകയും തരും. ഇരി. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും. അയ്യോ വേണ്ട, അത് മാത്രം ചെയ്യരുത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് എങ്ങനെ പോകും? ആഹാ, ഇരി, ഇരി, ഇരി. വേണ്ട വേണ്ട, ഈ ഊണ് ഇവിടെ ഇരുന്നോട്ടെ. സമയമാകുമ്പോ ഞാൻ വന്നുണ്ടോ? ശംഭു, അനുഭവിക്കോടോ. അങ്കിൾ തെറ്റിദ്ധരിക്കരുത്. താഴേക്കിടയിലുള്ളവരോട് പെരുമാറാൻ അങ്കിൾ പഠിച്ചിട്ടില്ല. അങ്കിള് പഠിക്കാഞ്ഞിട്ടല്ല, എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരുന്നു. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. മോളെ ശോഭെ, നീ ഇങ്ങ് വാ. നീ ചെന്ന് അവനെ സമാധാനിപ്പിക്കേ. അതിനവര് നാടൻ കളിക്കല്ലേ. പക്ഷെ നമ്മൾ അതറിഞ്ഞ ഭാവം കാണിക്കരുതല്ലോ. ചെല്ലു മോളെ, ചെല്ലു. എന്തിനാണ് ഇവിടെ ഒരു കുശുചിപ്പ്? അല്ല, ശോഭ ചെന്ന് അവനെ ആശ്വസിപ്പിക്കട്ടെ. അത് കൊള്ളാം. അവളുടെ മര്യാദയും വിനയവും സ്നേഹവും ഒക്കെ അവനറിയട്ടെന്ന്. അതും കൊള്ളാം. ആന്റി, ശോഭയെ വിളിക്കൂ. എന്നിട്ട് എനിക്ക് വിളമ്പിത്തരാൻ പറയൂ. എഴുതിച്ച് പോടേ. നന്നായിരുന്നു കേട്ടോ. എന്തോന്ന്? അഭിനയം വളരെ നന്നായിരുന്നു. തനി ഡ്രൈവർ തന്നെ. മനസ്സിലായില്ല. അന്നും പറഞ്ഞ അഭിനയത്തെ പറ്റി. ആരാ ഇവിടെ അഭിനയിക്കുന്നത്? ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഒരു പാവപ്പെട്ട ഡ്രൈവറാണ്. അർഹതയില്ലാത്തൊന്നും എനിക്ക് ആഗ്രഹിച്ചൂടാ. ഞാനും കുഞ്ഞും ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടാൽ തന്നെ എനിക്ക് എന്റെ ജോലി പോകും. ദേ, ഞാൻ കുഞ്ഞല്ലെന്ന് നേരത്തെ പറഞ്ഞു. ഐ എം ശോഭ. ശോഭ, ശോഭ, ശോഭ. പതുക്കെ പതുക്കെ പതുക്കെ. ഇവിടെ നിൽക്കണ്ട, അകത്ത് തീരെ നിൽക്കണ്ട. പ്ലീസ്, ദയവേദി സ്റ്റുപ്പിഡിറ്റി ഒന്ന് അവസാനിപ്പിക്കാമോ? അമേരിക്ക എന്ന് കേട്ടപ്പോ മയങ്ങിപ്പോയതൊന്നുമല്ല ഞാൻ. എന്തുകൊണ്ടോ വിശദീകരിക്കാനാവാത്ത എന്തോ കാരണം കൊണ്ട് ഇഷ്ടം തോന്നി. ഉള്ളിലുള്ളത് ഒളിച്ചു വെക്കാതെ തുറന്നു പറഞ്ഞത് എന്റെ ദൗർബല്യമാണെന്ന് വിചാരിക്കരുത്. കുഞ്ഞിനെ പോലെ, സോറി, ശോഭയെ പോലെ പെൺകുട്ടിക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് സന്തോഷം തോന്നേണ്ടതാണ്. പക്ഷെ എന്താണ് ഈ അമേരിക്ക? ആരാണ് അഭിനയിക്കുന്നത്? സത്യമായിട്ടും ആ ഭാഗം വളരെ അവ്യക്തമാണ്. ഒക്കെ എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം. എന്നെ ദൂരെ നിന്ന് പഠിക്കാൻ വേണ്ടി ഒരു ഡ്രൈവറുടെ വേഷം കിട്ടി ഇവിടെ വന്നത് തീരെ ചീപ്പായി പോയി. വേഷം കിട്ടിയ ഞാനോ? ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ എത്തുന്നതിന് മുൻപ് നിങ്ങളുടെ അച്ഛൻ ഫോൺ ചെയ്ത് എല്ലാ വിവരവും പറഞ്ഞിരുന്നു. എന്തു പറഞ്ഞു? എന്റെ യഥാർത്ഥ സ്വഭാവം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഡ്രൈവറുടെ വേഷത്തിൽ വരുന്ന കാര്യം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ അമേരിക്കയിൽ പോയി വിദ്യാഭ്യാസം നേടി വന്നവനല്ലായിരുന്നെങ്കിൽ ശോഭ എന്നെ ഇഷ്ടപ്പെടുമായിരുന്നു? അതിന് നിങ്ങൾ അമേരിക്കയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അല്ല, ഇനി അഥവാ ഞാനൊരു ഒരു ഇവിടെ ഡ്രൈവർ ആണെന്ന് ഇരിക്കട്ടെ. എന്തിനങ്ങനെ ഇരിക്കണം? നിങ്ങൾ ഡ്രൈവർ അല്ലല്ലോ. അല്ല, ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ അല്ലല്ലോ. അല്ല, പിന്നീട് എന്നെ കള്ളനെന്ന് വിളിക്കരുത്. ഇത്രയും കള്ളക്കളി കളിച്ചിട്ട് കള്ളനല്ലെന്നോ? എവിടുന്ന് കിട്ടിയ വാനരനെ? ആശാൻ അമേരിക്കക്കാരനായി അഭിനയിക്കല്ല, ജീവിക്കുകയാണ്. പക്ഷെ ആളിന് സംസ്കാരം ഒത്തിരി കമ്മിയാ. അതെനിക്ക് നേരത്തെ അറിയാം. പക്ഷെ ഞാൻ പിന്നെ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അയാള് തട്ടിപ്പോകുമെന്ന് കരുതി നമ്മൾ കാത്തിരുന്നാൽ നമ്മുടെ ആയുസ് വെറുതെ പാഴായി പോവുകയേ ഉള്ളൂ. അണ്ണൻ പറഞ്ഞതുപോലെ ഷോക്ക് കൊടുത്തു നോക്കി. കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയതാണ് അണ്ണ അയാളുടെ ഹൃദയം. അത് ഏറ്റില്ല. കാറിന്റെ ബ്രേക്ക് അഴിച്ചു. ഞാൻ തട്ടിപ്പോയാൽ രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. അണ്ണ വല്ല പാഷാണോ മരുന്ന് കൊടുത്ത ആളെ കൊല്ലണ്ണ. ഞാൻ പുറത്തിറങ്ങി നടക്കുന്നത് കണ്ടിട്ട് നിനക്ക് തീരെ സഹിക്കുന്നില്ലല്ലോടാ. ഇടാ, അതെല്ലാം അകത്തായി പോകുന്ന ഇടപാടാന്ന്. പിന്നെ വേറെ വഴിയുണ്ട്. വേറെ വഴിയുണ്ടെന്ന് കണ്ടാൽ തോന്നണം ആക്സിഡന്റ് ആണെന്ന്. അതിനിപ്പോ എന്താ ചെയ്യാനാ? ആ കോമക്കുറുപ്പിന്റെ വീട്ടിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന വിളക്കില്ലേ, ഷാൻലിയർ. അത് തന്നെ. അതൊരു ദിവസം പൊട്ടി അയാളുടെ തലയിലൂടെ വീണാൽ അയാളുടെ കാറ്റ് പോയത് തന്നെ. അണ്ണാ, അതിപ്പോ എങ്ങനെ വീഴും അണ്ണാ? ആ വീണില്ലെങ്കിൽ വീഴ്ത്തണം. അതിപ്പോ നമ്മളെങ്ങനെ വീഴ്ത്തും അണ്ണാ? നമ്മൾ വീഴ്ത്തണമെന്ന്. അണ്ണന്റെ ഒരു ബുദ്ധി. സന്തോഷം കൊണ്ട് പിടിച്ചു പോയതല്ലേ അണ്ണാ? സന്തോഷം കൊണ്ട് മർമ്മത്താണോടാ കയറി പിടിക്കുന്നത്. നാളെ കൃത്യം 8 മണിക്ക് ഞാൻ ആ വിളക്ക് അറുത്തു വിടും. അയാളെ അതിന്റെ മൂട്ടിരുത്തുന്ന ജോലി നീ ഏറ്റോണം. ഏറ്റെണ്ണ ഏറ്റു. നാളെ രാത്രി 8 മണിക്ക് കോമക്കുറുപ്പ്. അടുത്ത ഞായറാഴ്ച സഞ്ചാന്യം. ഓക്കെ, കുറെ കാർഡ് നേരത്തെ വരണം അണ്ണ. ഒന്നുകൂടെ നേരെ നേട്ടെ.
നേരെ ഇരുന്നാട്ടെ സാർ. അല്ല എടോ വക്കീലെ എടോ ഇങ്ങോട്ട് നോക്ക്. എന്തിനാ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണേ? എന്തിനാ? അത് ഞാൻ പറയില്ല. എനിക്ക് സാറിന്റെ ഒരു നല്ല ഫോട്ടോ വേണം. വേണോ? എന്നാ എടുത്തോളൂ. ഒരു മിനിറ്റ്. അയ്യോ, അത് മാറ്റരുത്. ഞാൻ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുക. ഇതോ? എഴുതാൻ. എടുത്തോളൂ. ശരി. തല സ്വല്പം ഇങ്ങോട്ട് സ്റ്റൈലായിട്ടിരുന്നാ മതി. ഇപ്പൊ കറക്റ്റ് ആയിട്ട് വീഴും. വീഴട്ടെ. സാറിന്റെ ഒരു ഫോട്ടോ എല്ലാവരും ചെയ്ത് ക്ലബിന്റെ ചുവരിൽ തൂക്കണം. തങ്ങൾക്ക് മഹാനായ ഒരു മുൻ സെക്രട്ടറി ഉണ്ടായിരുന്നുവെന്ന് നേതാജി ക്ലബിലെ ഭാവി തലമുറ മനസ്സിലാക്കിക്കോട്ടെ. അത് കണ്ടിട്ട് കൃഷ്ണക്കുറുപ്പ് അസൂയപ്പെടണം. അപ്പോ അവനേക്കാൾ മുമ്പ് ഞാൻ ചാവുന്നതാ പറയണേ? അയ്യോ, ഞാൻ ഉദ്ദേശിച്ച കൃഷ്ണക്കുറുപ്പിന്റെ ഭാവി തലമുറ ഇങ്ങനെ. ഓ അങ്ങനെ. അയ്യോ, നേരെ വന്നു. ഞാനൊന്ന് ചിരിച്ചോട്ടെ. സന്തോഷം. അങ്ങനെ ഇത് പിടിക്കൂ. എന്റെ മഹത്വം ചൂണ്ടിക്കാണിച്ച് എന്നെ ആദ്യമായി എനിക്ക് മനസ്സിലാക്കി തന്നത് ധാമു വക്കീലൻ. എന്റെ ശക്തിയാണ് ധാമു വക്കീൽ. വരൂ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. വരൂ. വേണ്ട സാർ, വേണ്ട. അയ്യോ, ഇപ്പൊ ശരിയാവില്ല. വരൂ. അയ്യോ, വേണ്ട സാർ. അയ്യോ, അവിടെ ഇരിക്കും. ഒന്നിച്ചിറങ്ങണം. അയ്യോ സാർ, വേണ്ട സാർ. വേണോ? നമുക്ക് സാറിന്റെ ഒറ്റയ്ക്കുള്ള വേണ്ട. ഒറ്റയ്ക്ക് പറ്റില്ല. എന്താ പൗഡർ ഞാൻ ഇട്ടിട്ടുണ്ടോ? ഞാൻ അത് പറ്റില്ല. ഒരു അക്ഷരം പറയണ്ട. വക്കീലേ, എടോ താലൊരു രക്ഷിച്ചു. സത്യം പറഞ്ഞാൽ സാറിനെ വിട്ടുപോകുന്ന എനിക്ക് വളരെ ദുഃഖമുണ്ട്. ദുഃഖം എനിക്കുണ്ട്. പക്ഷെ എന്റെ ഡ്രൈവർ ഈ വീട്ടിലൊരു അധികം പറ്റാവുന്നത് ശരിയല്ല. എന്നെ ഓർത്ത് അവരൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ. ഉള്ളി കാണും. എന്നാ ഞാൻ കുറുപ്പ് സാറിനോടൊന്ന് ചോദിക്കട്ടെ. എന്തോന്ന്? ഞാനിവിടെ നിൽക്കുന്ന വല്ല വിഷമം ഉണ്ടോന്ന് ചോദിച്ചാൽ അവരില്ലെന്ന് പറയും. എന്റെ ഡ്രൈവറോട് അവരങ്ങനെയല്ലാതെ പറയോ? എന്നാ ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട് വരാം. അത് വേണ്ട. നിനക്ക് വേണ്ടി ഞാൻ യാത്ര ചോദിച്ചോളാം. അല്ല, കുറച്ചു ദിവസം നല്ലവരായ ആ വീട്ടമ്മ വെച്ച് വിളമ്പി തന്ന ആഹാരം ഞാൻ കഴിച്ചു പോയില്ലേ? അപ്പൊ പിന്നെ യാത്ര ചോദിക്കാം. അത് വേണ്ട. അവർക്ക് ഒന്നാമത് നിന്നെ പറ്റി നല്ല അഭിപ്രായമല്ല. അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. നീ ഒരു വായി നോക്കിയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത്. ധവാൻ സാർ ഒരു പന്ന റാസ്കലാണെന്ന് അവർ എന്നോട് പറഞ്ഞു. സാരില്ല. അത് അവര് വെറുതെ തമാശക്ക് പറഞ്ഞതാവും. നമ്മളെന്തിന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു? പിന്നെ എനിക്കിവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. അത്യാവശ്യത്തിന് വേണ്ട ഡ്രൈവിംഗ് പ്രശ്നമൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അല്ല, സാറിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാന്ന് സാറിന്റെ അച്ഛനമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള. അപ്പൊ ഞാന് ഒറ്റയ്ക്കെന്നാ അവരെന്നെ ചീത്ത പറയും. സാരമില്ല, അത് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. എന്നാ പിന്നെ ബാഗ് പിടിച്ചോളാം. ടിക്കറ്റ് കഴിച്ച് ബാക്കിയുള്ളത് നീ വെറുതെ എടുത്തോ. അല്ല, ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട്. വേണ്ട, യാത്ര ചെയ്ത് ചോദിക്കണ്ട. ശരി, ഞാൻ പോട്ടെ. അല്ല, വീട്ടിൽ വല്ലതും പറയണം? ഒന്നും പറയണ്ട. എനിക്ക് യാത്ര ചോദിക്കണേ. യാത്ര ചോദിക്കണ്ട. യാത്ര ചോദിക്കണ്ട. എനിക്ക് യാത്ര ചോദിക്കണേ. യാത്ര ചോദിക്കണ്ട. എനിക്ക് യാത്ര ചോദിക്കണേ. എടാ, കോണിപ്പടി കാണാനാണോടാ കെട്ടി വെച്ചിരിക്കുന്നത്? അല്ല, താനെങ്ങോട്ടാ? ഞാൻ യാത്ര ചോദിക്കാൻ വന്നാണ്. അയ്യോ, ഇങ്ങോട്ട്. ഇവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഏവായി യവനാ കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? എന്തടവ്? എനിക്കറിയാം ഡ്രൈവിംഗ്. തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. കുഞ്ഞ് എവിടെയും പോണ്ട. അങ്കിൾ ഇതിൽ ഇടപെടരുത്. എന്റെ അമ്മച്ചി, എന്തൊരു പെർഫോമൻസ്! എവിടെ നിന്ന് കിട്ടി ഇതിനെ? അങ്കിൾ, ഇവൻ ഇവിടെ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. സന്തോഷം. അത്ര നിർബന്ധമാണ്. ഞാൻ തരാം വണ്ടിക്കൂലി. വേഗം സ്ഥലം വിട്. ഇനി ഒട്ടും സമയം കളയണ്ട. ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടുന്ന് വിടത്തില്ല. എടാ ശംഭു, നീ പോവില്ലല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? 10:30 ഒരു ട്രെയിൻ ഉണ്ട്. താ വേണമെങ്കിൽ അത് കയറി പറ്റും. അങ്കിൾ, കുങ്കിൾ ചുമ്മാ ചലിക്കാടെ. പോക്കർത്തനം കാണിച്ച അമ്മച്ചി കാണാൻ ഇടിച്ചിന്റെ കൂമ്പ് വലിക്കളെ. കുഞ്ഞെ, ഞാൻ പറയാതെ കുഞ്ഞ് എവിടെയും പോകണ്ട. സ്വന്തം വീടായിട്ട് ഇത് കരുതിയാ മതി. എന്നെ പോവാൻ സമ്മതിക്കല്ല.
ദാമോദരനില്ലേ? ഇല്ല, മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ശിവൻ. ശിവനോ? വരൂ, അകത്തേക്ക് വരൂ, ഇരിക്കൂ. അല്ല, നമ്മൾ തമ്മില് ഇതിനു മുമ്പ് എവിടെ വെച്ചാ കണ്ടിട്ടുള്ളത്? ഞാൻ ശിവനെ ആദ്യമായിട്ട് കാണുകയാ. ഇരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. സെറ്റപ്പ് കൊള്ളാം, പക്ഷേ എന്തോ ഒരു വശക്കേടില്ലേ? വക്കീലേ, ഇവിടെ ഓടും. താൻ തന്റെ അനിയനെ കണ്ടോ? ഞാൻ രണ്ടാഴ്ച ഇങ്ങോട്ട് പോരുന്നത്. വക്കീലേ, ഇത് കോടതിയല്ല, കള്ളം പറയും, മനസ്സിലായി? എന്റെ അമ്മച്ചിയാണ് സത്യം, ഞാൻ കണ്ടാഴ്ച കണ്ടിട്ട് എന്നിട്ട് എന്നിട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു, പിന്നെ കാശ് കൊടുത്തു, എന്നിട്ട് ഞാൻ ഇങ്ങ് പോന്നു. ശിവ, ശിവ, ഏത് ശിവൻ? പരമശിവൻ, നിന്റെ അനിയ ശിവൻ. ശിവൻ? എന്റെ അനിയ ഇവിടെ? ചേട്ടാ, എന്നോട് ക്ഷമിക്കൂ ചേട്ടാ. ചേട്ടാ, ഞാൻ നിന്റെ ചേട്ടനോ? ഏത് കോപ്പില്? എങ്ങനെ അറിയില്ല? ചേട്ടാ, ചേട്ടനോട് പറയാതെ പോകുന്നുണ്ട്. ചേട്ടൻ എന്നോട് ദേഷ്യപ്പെടുന്നത് ചേട്ടാ. ഞാൻ ഇനി എങ്ങും പോകുന്നില്ല ചേട്ടാ. നമുക്ക് ഒരുമിച്ച് കഞ്ഞു കുടിച്ച് ഇവിടെ കിടക്കാം ചേട്ടാ. ചേട്ടാ, ഞാൻ നിന്റെ ചേട്ടനല്ല, നീ എന്റെ അനിയനല്ല. സ്വന്തം ചേട്ടനെ കാണാതായപ്പോ അനിയൻ അന്വേഷിച്ചു വന്നു. ഇനി താമ ഒരു അക്ഷരം വേണ്ടി പോകരുത്. എവിടെ പോയിരുന്നോ നീ? എടാ കള്ള, എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ട് ചോദിക്കാണ്. അല്ല അല്ല അല്ല, നിന്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് മനസ്സിലായില്ല. ചേട്ടാ, പത്രം, മുദ്രപത്രം, അഡ്വക്കേറ്റ്, ദാ വക്കീൽ കോട്ട്, എന്റെ ഹൃദ്രോഗം മറക്കരുത് ചേട്ടാ. ചേട്ടാ, മുദ്രപത്രം? അത് പിന്നെ ഡോക്ടർ പറഞ്ഞ് മുദ്രപത്രത്തെ എഴുതി കൊടുക്കണമെന്ന്. എനിക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ. അല്ലേ ചേട്ടാ? എടാ, നീ എനിക്കൊരു പാരായിട്ട് ഇറങ്ങിയിരിക്കണം അല്ലേടാ? സ്വന്തം അനുജനോട് സ്നേഹം ഉണ്ടായിരുന്നെന്ന് വക്കീൽ വെറുതെ ഭാവിക്കായിരുന്നു അല്ലേ? എന്നിട്ട് കണ്ടു, ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു എന്നൊക്കെ കള്ളം പറഞ്ഞു. എന്റെ ചേട്ടനെ അടിക്കരുത്. അയ്യോ, അയ്യോ. ആ, സത്യം പറയണ റാസ്കൽ, നീ എവിടെയായിരുന്നു? ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. പറയാം. അവിടെ ചെന്നപ്പോൾ ഇവനെ കണ്ടില്ല. ഞാൻ ഒടുവിൽ നിരാശനായി ഇങ്ങി പോന്നു. കണ്ടില്ല എന്ന് പറഞ്ഞാൽ സാർ എന്നെ അടിച്ചു പുറത്താക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഈ അനുജന് മറ്റു മാർഗമില്ലാതായി പോയി ദാമുവേട്ട. ദേഷ്യപ്പെടരുത്. ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ചുളുവിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തുകിട്ടി. അതുകൊണ്ട് ഇനിയുള്ള ആപ്പറേഷൻ ഇവിടെ ആകാം. വക്കീലേ, തൽക്കാലം ഇവനെ ഇവിടെ നിൽക്കട്ടെ. അയ്യോ, ചികിത്സയ്ക്കുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്യാം. അച്ഛാ, ശിവൻ എന്റെ പെയിന്റിങ്സ് ഒക്കെ വളരെ ഇഷ്ടമായി. ശിവനും നല്ലൊരു ചിത്രകാരനാണത്രേ. ആഹാ, ഈ കാര്യം വക്കീൽ എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ചിത്രകാരനോ? എവനെ? ദാമോട്ടനല്ലേ പറഞ്ഞത് അനിയൻ നല്ലൊരു പെയിന്റർ ആണെന്ന്? ചേട്ടൻ എന്നെ പറ്റി എല്ലാം പറഞ്ഞു വെച്ചിരിക്കുക. അല്ലയോ? ശിവൻ വരൂ, എന്റെ നിയോ റിയലിസ്റ്റിക് വർക്കുകളെ പറ്റി എനിക്ക് അല്പം സംസാരിക്കണം. അതെ, ഈ നിയോൺ റിയലിസം വർക്ക് എന്റെ ജീവനാണ് ചേട്ടാ. വരൂ വരൂ. വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് വച്ചു എന്ന് പറഞ്ഞ പോലെ ആയി.